ഹലോ എവരിവൺ, സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് പഠിപ്പിക്കുന്ന ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന പദം പലയിടത്തും കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇപ്പോഴും പൊതുവേ ഈ മലയാളികളുടെ ഒരു വിചാരം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യക്കാർ ചെയ്യുന്ന എന്തോ ഒരു ബിസിനസ്സോ അതോ ഈ ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കാനുള്ള എന്തോ സ്കാമാണ്, പറ്റിപ്പാണെന്നൊക്കെയാണ് ഇപ്പോഴും പലരും വിചാരിച്ചു വച്ചേക്കുന്നത്. അപ്പോൾ ആക്ച്വലി എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്? ഒരു പബ്ലിക്കലി ട്രേഡഡ് കമ്പനിയുടെ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഷെയർ? ഒരു കമ്പനിയുടെ ഓണർഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഷെയർ എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനിയുടെ ഒരു ഷെയർ വാങ്ങുന്നതിലൂടെ നമ്മൾ ആ കമ്പനിയുടെ ഒരു ഓണറും കൂടി ആവുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയിൽ 10,000 ഷെയർസ് ഉണ്ട്. ആ കമ്പനിയുടെ 1000 ഷെയർസ് ഒരാൾ വാങ്ങുകയാണെങ്കിൽ ആ കമ്പനിയുടെ 10% ഓണർഷിപ്പ് ആ ആളിൻ്റെയാണ്. കാരണം 1000 × 10 ആണല്ലോ 10,000 ഷെയർസ്. ഇപ്പോൾ 2000 ഷെയർസാണ് വാങ്ങിച്ചിരുന്നെങ്കിൽ ആ കമ്പനിയുടെ 20% ഓണർഷിപ്പ് ആ ആളിൻ്റെ ആയിരുന്നു തന്നെ. അപ്പോൾ ഒരു ചോദ്യം, എന്തിനാണ് ഈ കമ്പനികൾ ഈ ഷെയർസ് ഇങ്ങനെ വിൽക്കുവാൻ ഇട്ടേക്കുന്നത്? അതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു കമ്പനി ഇസഡ്, ആ കമ്പനിക്ക് പുതിയൊരു ഫാക്ടറി പണിയണം. ആ കമ്പനി ആൾറെഡി 2-3 ഫാക്ടറിയൊക്കെ ഉണ്ട്, അവർ റണ്ണിങ് ആണ്, അവർക്ക് കുറച്ച് പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. പക്ഷേ പുതിയൊരു ഫാക്ടറി പണിയാനുള്ള അത്ര ക്യാപിറ്റൽ അവരുടെ കയ്യിലില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു ബാങ്കിൻ്റെ അടുത്ത് പോയി ഒരു ലോണിന് അപേക്ഷിക്കാം. പക്ഷേ അങ്ങനത്തെ ഒരു ലോൺ വാങ്ങിച്ച് അവർ ഫാക്ടറി പണിയാണ്. ആ ഫാക്ടറി നല്ല ബിസിനസ് റണ്ണ് ചെയ്തില്ലെങ്കിൽ അവർക്ക് നഷ്ടവും വരുവാണെങ്കിൽ അത് ജപ്തി ചെയ്തെടുത്തുകൊണ്ടും പോവാം. അപ്പോൾ അവർക്ക് അധികം റിസ്ക് ഇല്ലാത്തൊരു വഴി വേണം. അതിനവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരുടെ അവർക്ക് കമ്പനിയിൽ 1000 ഷെയർസ് ഉണ്ട്. അതിൻ്റെ ഒരു 100 ഷെയർസ് അവർ വിൽക്കാൻ തീരുമാനിച്ചു. അപ്പം നമ്മളൊരു ഇൻവെസ്റ്ററാണ്. നമ്മൾ വന്ന് ആ 100 ഷെയർ അവരുടെ ഒരു ഷെയറിന് ഇന്ന ഒരു വില അവർ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ആ വില കൊടുത്ത് ആ 100 ഷെയർ വാങ്ങിച്ചു. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ആ കമ്പനിയുടെ ഒരു 10% ഓണർഷിപ്പ് നമുക്ക് കിട്ടുകയാണ്. നമ്മൾക്ക് ആ ഒരു കമ്പനിയുടെ 10% ഓണർഷിപ്പ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു 10% നമ്മൾക്ക് അർഹതയുണ്ടെന്നാണ്. അങ്ങനെ അവർ നമുക്ക് 100 സ്റ്റോക്സ് വിറ്റു. അവർ ആ കാശും കൊണ്ട് അവർക്ക് പുതിയൊരു ഫാക്ടറി തുടങ്ങാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഈ കമ്പനികൾ അവരുടെ ഷെയറുകൾ വിൽക്കപ്പെടുന്നത്. അങ്ങനെ ഈ കമ്പനികളുടെ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റിലോട്ടൊരു കമ്പനിക്ക് വരണമെങ്കിൽ അതിനാദ്യം ഒരു കടമ്പ കടക്കണം. അതിനെയാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയും. അപ്പോൾ ഒരു കമ്പനി IPO അഥവാ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴി ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയറുകൾ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കും. അപ്പോൾ എന്താണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? എന്ത് സാധനം വിൽക്കുവാനും വാങ്ങുവാനും ഒരു സ്ഥലം വേണമല്ലോ. അതിപ്പോൾ വേണമെങ്കിൽ ഒരു ഫിസിക്കൽ പ്ലേസോ ആവാം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്റ്റോറോ ആവാം. അതേപോലെ ഈ കമ്പനികളുടെ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. അതാണ് NSEയും BSEയും, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഇതിൽ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഏറ്റവും ഓൾഡസ്റ്റ് ഇന്ത്യയിലുള്ള. ഈ NSEയും BSEയും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഒരു റെഗുലേറ്ററി ബോഡിയെ നിയമിച്ചിട്ടുണ്ട്. അതാണ് SEBI, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അവിടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നടക്കുന്ന ഈ വിൽക്കുന്നതും വാങ്ങുന്നതും എല്ലാം കറക്റ്റാണോ, വല്ല ഫ്രോഡലൻ പ്രാക്ടീസസ് നടക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കി ചെക്ക് ചെയ്യാനും എല്ലാമാണ് ഈ SEBIയുടെ മെയിൻ ഉത്തരവാദിത്വം. ഈ NSEയും BSEയും അല്ലാതെ വേറെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇന്ത്യയിലുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. അപ്പോൾ നിങ്ങളിവിടെ 2 വേർഡ്സ് ശ്രദ്ധിച്ചാണ്, നിഫ്റ്റിയും സെൻസെക്സും. ഇത് നിങ്ങൾ ചിലപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനോട് അത്രയും പോപ്പുലറായിട്ട് കേട്ടിട്ടുള്ള വേർഡ്സും ആയിരിക്കും. എപ്പോഴും ഈ ന്യൂസിലൊക്കെ പറയുന്നത് കേൾക്കാം, നിഫ്റ്റി പോയിൻറ്റ്സ് ഇത്രയും കൂടി, ഇത്രയും പോയിൻറ്റ് കുറഞ്ഞു, അതേപോലെ സെൻസെക്സ് ഇത്രയും പോയിൻറ്റ് കൂടി, ഇത്രയും പോയിൻറ്റ് കുറഞ്ഞു. അപ്പോൾ നിങ്ങളിവിടെ 2 വേർഡ്സ് ശ്രദ്ധിച്ചാണ്, നിഫ്റ്റിയും സെൻസെക്സും. ഈ NSEയുടെ പെർഫോമൻസ് സൂചിപ്പിക്കുന്ന സാധനം ഒരു ഇൻഡെക്സാണ് നിഫ്റ്റി. അതേപോലെ BSEയുടെ പെർഫോമൻസ് സൂചിപ്പിക്കുന്നൊരു ഇൻഡെക്സാണ് സെൻസെക്സ്. ഈ നിഫ്റ്റിയും സെൻസെക്സിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. കാരണം ഇവരെ വെച്ചാണ് നമ്മൾ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ അളക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഒരു കമ്പനിയിൽ IPO അഥവാ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴിയാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനിക്ക് എങ്ങനെയാണ് ഈ IPO കൊടുക്കാൻ പറ്റും? നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോർഡുണ്ട്, SEBI. ഈ SEBI ഈ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമേ IPO ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആ നിബന്ധനകൾ എന്താണെന്ന് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആ ഒരു കമ്പനി അതിൻ്റെ ലാസ്റ്റ് 6 മാസത്തെ ഡെയിലി ആവറേജ് ടേൺ ഓവർ 10 ലക്ഷം വേണം. ഇതേപോലത്തെ കുറേ നിബന്ധനകൾ ഉണ്ട്. ഇത് ഫുൾഫിൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അവർ നിശ്ചയിക്കുന്ന അവരുടെ എത്രയോ ശതമാനം ഷെയറുകൾ വിൽക്കുവാനും വാങ്ങുവാനും പറ്റും. അപ്പം നമ്മളെപ്പോലത്തെ ഒരു ഇൻവെസ്റ്ററിനോ ട്രേഡറിനോ ഡയറക്റ്റ് പോയി അവരുടെ ഇത് വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്നവരെയാണ് നമ്മൾ ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ അപ്സ്റ്റോക്ക് സർവോ കുറേ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഈ കമ്പനിയുടെ ഷെയർ വാങ്ങുവാനും വിൽക്കാനും വേണ്ട 2 സാധനമാണ് ഒരു ഡീമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും. ഈ ഡീമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡീമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട്. പണ്ടത്തെ കാലത്ത് ഈ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു
സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരുന്നത്. ഇന്ന കമ്പനിയുടെ ഇത്ര ശതമാനം ഷെയർ ഇന്ന ആളുടെ പേരിലാണെന്നും പറഞ്ഞ് ആ പേപ്പറിൽ ആ ഷെയർ ആ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ കളഞ്ഞു പോകാനോ കത്തിച്ച് പോകാനോ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനോ അടിച്ചു മാറ്റിക്കൊണ്ട് അവർക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും അങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ വളരെ ചാൻസ് ആയിരുന്നു. അപ്പം ഗവൺമെൻറ് എന്ത് പറ്റുന്നു, ഈ ഡിജിറ്റൽ യുഗം മൊബൈലൊക്കെ വന്നപ്പോൾ ഇപ്പം നമുക്കൊരു ഒരു NSE-യിലോ BSE-യിലോ പോയി ഒരു സ്റ്റോക്കിന് വേണ്ടി എന്തോന്ന് ബിഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ ഇരുന്ന് മൊബൈലിൽ കൂടി തന്നെ ഒരു കമ്പനിയുടെ ഷെയറൊക്കെ വാങ്ങാം. അപ്പം ആ ഷെയറുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു അക്കൗണ്ട് ഡീമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് തന്നെ, ഡിമാറ്റ് അക്കൗണ്ട്. ഈ അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ സ്റ്റോക്ക് ബ്രോക്കേഴ്സും ഉണ്ട്. അപ്പം നമ്മളൊരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുകയാണെങ്കിൽ അത് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും വന്ന് കിടക്കുന്നത്. അതേപോലെ നമ്മൾ വിൽക്കുമ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നാണ് വേറൊരാളുടെ പേരിലോട്ടത് പോകണം. അപ്പോൾ എന്താണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട്? ഈ ഡിമാറ്റ് അക്കൗണ്ടും ഈ ഇൻവെസ്റ്ററിൻ്റെ സേവിങ്സ് അക്കൗണ്ടും കാണുമല്ലോ ബാങ്കിൻ്റെ, ഈ രണ്ടിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു 10,000 രൂപ എൻ്റെ ഈ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അക്കൗണ്ടിലോട്ട് ഇടണം. അപ്പോൾ ഞാൻ 10,000 രൂപ എടുത്തിടുകയാണെങ്കിൽ അത് ഈ ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും വന്ന് കിടക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പനി റിലയൻസിൻ്റെ ഒരു 10 ഷെയർ വാങ്ങാൻ ഞാൻ ഒരു ഓർഡർ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നുള്ള പൈസ എടുത്ത് അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങും. എന്നിട്ട് ഇത് കൊണ്ട് ഈ ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും സേവ് ചെയ്തിടുന്നത്. എന്നിട്ടപ്പോഴെങ്കിലും ഞാൻ വാങ്ങിച്ച 10 ഷെയറിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് വീണ്ടും കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വിറ്റിട്ട് എൻ്റെ പൈസ കൊണ്ടുവന്ന് എൻ്റെ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇടും. ആ പൈസ എനിക്ക് എപ്പോൾ വേണോ പിൻവലിച്ച് എൻ്റെ ഈ ബാങ്ക് അക്കൗണ്ടിലോട്ട് കൊണ്ടുവിടാം. ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ച് വയ്ക്കുന്ന ആളെയാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളെപ്പോലത്തെ സാധാ ആളുകൾ മാത്രമല്ല, നമ്മളെപ്പോലത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലാതെ വലിയ ബിഗ് മാർക്കറ്റ് പ്ലേയേഴ്സ് എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. അവരാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അതിൽ തന്നെ വേറെ ഈ ഹെഡ്ജ് ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ്, വേറെയും വലിയ കുറേ ഇതുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, FIIs, DIIs എന്ന് പറയും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു കൺട്രി ഇരുന്നിട്ട് നമ്മളെ കൺട്രിയിൽ ഈ സ്റ്റോക്കുകളും വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നവരാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഇരുന്നിട്ട് നമ്മളെ രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവരെയാണ് DIs എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കുറേ കൂടി പഠിക്കാനുണ്ട്. എന്താണ് ഈ നിഫ്റ്റി, സെൻസെക്സ്, എന്തൊക്കെ ടൈപ്പ് ഇൻവെസ്റ്റേഴ്സാണോ ഉള്ളത്, എങ്ങനെയൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്, എന്തൊക്കെ ടൈപ്പ് ട്രേഡിംഗ് ഉണ്ട്, ഇതിനെ പറ്റിയൊക്കെ ഞാൻ വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.